നമ്മുടെയൊക്കെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ അത്ഭുത കാഴ്ചകൾ കാണാൻ ഓടിപ്പാഞ്ഞ് നടക്കുന്നവരാണ്. കുർബാനയിൽ എല്ലാ ദിവസവും അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഒരിടത്തെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഓടിപ്പാഞ്ഞ് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കാഴ്ചകളിൽ അഭിരമിക്കാനാണ് വലിയ താല്പര്യം. എവിടെയെങ്കിലും ദിവ്യകാരന് അത്ഭുതം നടക്കുന്നു, മാതാവിൻ്റെ ദർശനം സംഭവിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഓടിപ്പാഞ്ഞു പോകുന്നുണ്ട്. തെറ്റൊന്നുമില്ല, നല്ല കാര്യമല്ലേ. തീർത്ഥാടനങ്ങൾ വളരെ നല്ലതാണ്. പക്ഷെ എന്ന് കരുതി നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കൊച്ചു പള്ളിയിൽ നമ്മൾ അർപ്പിക്കുന്ന കുർബാനയിലെ വലിയ അത്ഭുതം നമ്മളെന്നും കാണണം, അനുഭവിച്ചറിയണം. അതനുഭവിച്ചറിയാൻ പറ്റാത്തതുകൊണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റമില്ലാത്തത്. അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകണം. പിന്നീട് കുർബാന കഴിഞ്ഞ് നമ്മൾ വീട്ടുകളിലേക്ക് മടങ്ങുമ്പോൾ കുർബാനയുടെ തുടർച്ചയെന്ന മട്ടിലായിരിക്കണം നമ്മൾ മടങ്ങിപ്പോകേണ്ടത്. കുർബാന തീരുമ്പോഴാണ് കുർബാന ആരംഭിക്കുന്നത് എന്ന് നമ്മൾ നമ്മെ തന്നെ ഒന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പോൾ അത്ഭുതകരമായ സമർപ്പണവും അത്ഭുതകരമായ ക്ഷമയും അത്ഭുതകരമായ സ്നേഹവും അത്ഭുതകരമായിട്ടുള്ള വിശാലതയും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. അപ്പോൾ ഓരോ ദിവസവും കുർബാന കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ ദൈവത്തിൻ്റെ അത്ഭുതമായിട്ടാണ് മടങ്ങിപ്പോകേണ്ടത്.